ഹൾക്ക്. ഞാൻ ഇന്ന് ഇന്ത്യൻ സിറ്റി ഫുള്ളും ഞാൻ നശിപ്പിക്കും. അവിടെ നിക്കടി അടിക്കോ. ഇന്ന് ഫുള്ളും ഞാനിത് ഫുള്ളും തരിപ്പണമാക്കും. ആർക്കും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ നിക്കടി. ഇന്ന് ഞാൻ നിന്നെ ഇടിക്കും. കൊള്ളുന്നില്ല. അല്ല പിന്നെ നമ്മൾ എല്ലാത്തിനും വെച്ച് കൊല്ലും. അതല്ല എൻ്റെ വോയിസിൻ്റെ അത്രയൊരു വ്യത്യാസം. അയ്യോ, ഞാൻ വെച്ച വോയിസ് ചേഞ്ചറിൻ്റെ ചാർജ് തീർന്നു. ഇനി ഞാൻ ശരിക്കുള്ള സൗണ്ടിൽ ഞാൻ ഇടിക്കും. അവിടെ നിൽക്കടി. അവിടെ റോക്കറ്റ് വിട്ടമായി ഞാൻ പറത്തി വിട്ടു. അവളെ ഞാൻ റോക്കറ്റ് വിട്ടമാതിരി പറത്തി വിട്ടു. ഇത്രയും ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് മാത്രം പറയരുത്. കേട്ടില്ല. ഹായ്, റോക്കറ്റ് വിട്ടമാതിരി അവനും പോയി. എന്താ വാണം വിട്ടോ? ഇന്ന് ദീപാവലിയാണോ? അറിയില്ല. പോടാ. ഇന്ന് ഞാൻ ഈ ഇന്ത്യൻ സിറ്റി ഫുള്ളും അടിച്ച് പൊളിച്ച് പഠിച്ച് മഞ്ഞിഞ്ഞേക്കും ഞാൻ. അയ്യോ, എനിക്കെന്താ ഈ പറ്റിയേ? കൊള്ളാടാ, സൂപ്പറായിട്ട്. എൻ്റെ തലക്കെന്തോ ഒരു അടി കിട്ടിയ മാതിരി. എന്താ സൂപ്പർമാൻ? എല്ലാം ഞാൻ അടിച്ചു പൊട്ടിക്കും. ആർക്കും എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആർക്കും എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. എടാ, അവിടെ നിക്കടാ നീലക്കാറുകാര. നിന്നെ ഞാൻ ഇന്ത്യ ചന്തിക്കിനാണ്. എന്താ എനിക്ക് പറ്റില്ല. എന്താ അത്ര ഒച്ച അവിടെ? തോന്നിയതായിരിക്കും. എന്തൊക്കെയൊരു സൗണ്ട്. എന്തോ ഒരു തടിയൻ്റെ സൗണ്ട്. എന്തോ കേട്ടെ. ഇന്ന് ന്യൂസൊന്നുമില്ലേ? എന്തേലൊക്കെ ആവട്ടെ. ഇതിൽ വലിയ ന്യൂസും ഉണ്ടോ? ഇതൊരു ന്യൂസും കിട്ടത്തൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടാട്ടോ വിളിക്കണേ. എന്താ പറയടാ? എടാ, നീ ഒരു കാര്യം അറിഞ്ഞോ? എടാ, ബൾക്ക് ഇറങ്ങിയിട്ടുണ്ടടാ. ബൾക്ക് നമ്മളെല്ലാവരും ഇടിച്ച് കൊല്ലും. ആ ബൾക്കിനെ നീ എങ്ങനെയെങ്കിലും ഇടിക്കണം. അവന് ഇടിച്ച് കൊല്ലണവർക്ക് 10,20,000 കോടിയാണ് പ്രൈസ്. നീ എന്തേലൊക്കെ ചെയ്യണം. നിൻ്റെ അടുത്ത് മറ്റേ സ്നൈപ്പറോ അതും ഇതൊക്കെ അല്ലേ? ഒറ്റ ഓടിക്കാൻ തീർന്നോളും. അവനത്ര പവറൊന്നുമില്ല. പൊട്ടറാവൻ. നോക്കട്ടെ. ശരി, ബൈ. ഓക്കെ, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് ഹൾക്കിനെ ഓടി വെച്ച് കൊന്നാൽ കുറേ പൈസ കിട്ടുന്നു. എന്നാൽ നമുക്ക് അതൊന്ന് നോക്കണമല്ലോ. നമുക്ക് ഫസ്റ്റ് ഒരു വണ്ടി വിളിക്കാം. ഓക്കെ, ഞാൻ കണ്ണി കണ്ട ഗ്ലാസും വെപ്പും മറ്റേ വെപ്പ് മുടിയില്ലേ? വെപ്പ് മുടി അത് ഉണ്ട്. അല്ല, വെപ്പ് മുടിയില്ലേ? അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഹൾക്കിന് നമ്മൾ ആരാ മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് ഹൾക്കിൻ്റെ അടുത്ത് പോവാം. ഹൾക്ക് ഇപ്പോൾ എവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്കകത്താണ്. അപ്പം നമ്മൾ ഹൾക്കിനെ ഇടിച്ചേ പറ്റൂ. ഇതിൻ്റെ മണ്ടയ്ക്കകത്തല്ല, ഇതല്ല അതിൻ്റെ മണ്ടയ്ക്കകത്ത്. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നല്ലോ. എടാ, അതില്ലേ? ഞാൻ ആ വെയർ ഹൗസിൻ്റെ ഉള്ളിലാണോ അവൻ പറഞ്ഞത്? ഉള്ളിൽ അറിയില്ല. നമുക്ക് അവിടെ പോയി നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കകത്ത് തന്നെ ആവും. ഹൾക്ക് എന്തോ ഉറങ്ങി എന്തൊക്കെയൊക്കെയോ അവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കെന്തായാലും നോക്കാം.
ചാർജ് കയറുന്നു. എടി ഇതിപ്പോൾ എന്തൊന്ന് അയച്ചു നോക്കട്ടെ. ഇത് കേടായിരുന്നു. അടുത്ത് വലിച്ചെറിയട പോയി. അയ്യോ അയ്യോ, എന്നെ ചന്തിക്കാരോ വെടി വെച്ച്. എന്നെ ചന്തിയാണ് എൻ്റെ വീക്ക്നെസ്. അമ്മയി മുത്തപ്പൻ. അയ്യോ അയ്യോ, ഞാൻ ഉള്ളിക്കറി പോയേ. ഓക്കെ, അവനൊറ്റ ഒടുക്കി ചത്തു എന്ന് നിങ്ങൾ വിചാരിക്കും ഗൈസ്. അല്ല, അവൻ നേരത്തെ ആ ഹൾക്ക് ഒറ്റ ഒടുക്കി ചത്തു നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ എത്ര ഫസ്റ്റ് അവൻ എവിടേക്ക് അറിയാമെന്ന് ഇവിടെ ഇരുന്ന് നിന്നേ. ഇവിടുന്ന് പിന്നെ ചാടിയിട്ട് അവിടെ പോയി. എന്നിട്ട് ഇവിടെ നിന്നവൻ. ഇവിടെ നിന്നപ്പോൾ അവൻ തലയ്ക്കൊന്നും കൊടുത്ത്. എന്നിട്ട് അവനൊന്നും പറ്റിയില്ല. എന്നിട്ട് അവനെ അടിച്ചടിച്ചടിച്ചടിച്ച് അവൻ്റെ ചന്തിക്കൊരു അടി എടുത്തപ്പോഴേക്കും അവൻ പോയി. എന്നിട്ട് അവൻ പോയി, ഒരു കൂസലില്ലാണ്ട് നടന്നു പോയിട്ടോ. എന്നിട്ട് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കിട്ടി. അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അവൻ ചത്തെന്നാണ് തോന്നണേ. എന്തായാലും ഞാൻ അവൻ്റെ ബോഡി എടുത്തിട്ടേ കുഴിച്ചു മൂടിയിട്ട് വരാം. ഗൈസ്, അവിടെ പോയി നോക്കിയപ്പോഴേക്കും നമ്മുടെ ഹൾക്ക് ചത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹൾക്ക് ഇപ്പം പെട്ടീൻ്റെ ഉള്ളിലാണ് ഗൈസ്. തന്തന 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 തന തന തൻ ഇപ്പം ഞാൻ കൊട്ടുകാരെയൊക്കെ വിളിക്കണം വിചാരിച്ച്. ആ ഒരു സന്തോഷം ഇതാക്കാൻ വേണ്ടായെന്ന് വിചാരിച്ച്. പാവല്ലേ ഹൾക്കിന് മത ഇളകിയിട്ടേ. മറ്റേ ഇതൊക്കെ ഇല്ലേ, മറ്റേ കാളയ്ക്കൊക്കെ മത ഇളകിയില്ലേ. പുള്ളിക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കൂക്കം വലിച്ചപ്പോൾ പൊടി മൂക്കി കയറിയതാ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിറങ്ങിയതാ അത്ര. അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അയൺമാൻ മാമൻ പറയുന്നത്. എന്നിട്ട് അയൺമാൻ അങ്ങോട്ടോ പേടിച്ചിട്ട് പറഞ്ഞു പോയി. കൊള്ളാടി, അയൺമാന് പോലും അറിയില്ലേ ഇവൻ ഇത്ര പൊട്ടനാന്ന് മത ഇളകിയ. അവൻ അവിടെ കിടന്ന് കോപ്രായം കാണിച്ച് ഞാൻ അവനെ ഇടിച്ചു. അവൻ്റെ തലയ്ക്കൊന്നും കൊടുത്തിട്ട് ഒരു യൂസുണ്ടായിരുന്നു. അവൻ്റെ ചന്തിക്ക് കൊടുത്തിട്ടാണ്. ഞാൻ അവൻ്റെ തലയെടുത്ത് ചന്തിക്ക് വെച്ചോ അയൺമാൻ. ആയിരിക്കറിയാം. അപ്പോൾ നമ്മുടെ ഹൾക്കിന് വേണ്ടി ഒന്ന് മൃദുലമായി പ്രാർത്ഥിക്കാം. ഇതൊക്കെ മതി. അടുത്തത് നമ്മുടെ ഹൾക്കിനെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാം. അവിടെ ബോഡി പോയി ഞാൻ വെറുതെ വെക്കില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇത് കത്തിക്കണം. അത് കത്തിക്കൊന്നും വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പോവാം. എന്ത് ആരുടെ അവിടെ പാട്ട് പാടിയേ? ഇവിടെ ഒരു ചടങ്ങ് നടക്കും. ഇത് പളുവില്ലാത്തവന്. അയ്യോ, ഈ ഹൾക്കിന് ജീവനുണ്ടായിരുന്ന ഇപ്പം ചത്ത്. എന്നാൽ പിന്നെ നമുക്ക് പോവാം. ബൈ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഹൾക്കിന് വേണ്ടി പ്രാർത്ഥിക്ക്, വേഗം പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ ഹൾക്ക് വന്നിട്ട് നിങ്ങളെ ഇടിക്കും. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അല്ല, പ്രാർത്ഥിച്ചിട്ട് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ. ഒന്നുകൂടിയും പ്രാർത്ഥിച്ചോ, നല്ലതാ. സബ്സ്ക്രൈബ്